ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇന്ന് ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമോ എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില ഭാഗങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ശരത്തിനോടായിട്ട് പറയുന്നുണ്ടല്ലേ, സച്ചേട്ടൻ എല്ലാ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തീർച്ചയായിട്ടും വഴക്കുറയും. നീ എന്തിനാ ഇങ്ങനെ വേണ്ടത്ത പണിക്കൊക്കെ പോയതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വരാൻ പറയുന്ന സമയത്ത് തനിക്കിന്ന് സമയമില്ല, തനിക്ക് താനൊരു വലിയ ഓട്ടം പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയാനുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് വിഷമമാവുന്നുണ്ട്. എന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സച്ചി ശരത്തിനെ തല്ലിയത്? അവൻ നിന്റെ ഭാര്യയുടെ അനിയനല്ലേ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നോ എന്തോ എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി തന്റെ കയ്യിലുള്ള വീഡിയോ മഹേഷിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് മഹേഷ് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പിന്നെ വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേവതി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സച്ചി റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. റൂമിൽ നിന്ന് വരുന്ന സച്ചിയെ കാണുമ്പോഴത്തേക്കും, സച്ചിൻ ഇവിടെ ഉണ്ടായിട്ടാണ് അങ്ങോട്ടേക്ക് വരാറുന്നത്, ഞങ്ങൾ 3 പെണ്ണുങ്ങൾ എന്ത് പാടുപെട്ടു പോയെന്നോ, സച്ചിൻ ഇവിടെ ഉണ്ടായിട്ടാണ് അങ്ങോട്ടേക്ക് വരാറുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് സച്ചി തനിക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ല എന്നുള്ള രീതിക്കൊക്കെ രേവതിനെ എതിർത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി രേവതിയും പിണക്കത്തിലേക്ക് പോകുന്ന കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അത് നോക്കി നിൽക്കുകയാണ്. ചന്ദ്രയും ശ്രുതിയും എല്ലാം തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.